ഇന്നൊരു ഷീമച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തീയിലുണ്ടാക്കിയാലോ? ആദ്യം അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ച് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് അതും കൂടി കുറച്ച് എണ്ണയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആവുന്നവരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഷീമച്ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചതിൽ ഒരു പച്ചമുളകും കൂടി ഇടണമായിരുന്നു കേട്ടോ. 1-2 പച്ചമുളക്. അപ്പോൾ അതും കൂടി കീറിയിട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നന്നായിട്ടൊരു ബ്രൗൺ കളർ വരണ വരെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നിറം മാറി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തേട്ടാ. അപ്പോൾ ആ മസാലയും കൂടെ ആയി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ച് കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കുക. അരച്ചിട്ട് നേരെ അതിലോട്ട് ഒഴിക്കണം. അതൊന്ന് അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം കുറച്ച് കളർ കുറവായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സംഭവം സെറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ടാറ്റാ ബൈ ബൈ.